നിലവിലെ ഈ രാജി അത് ഗത്യന്തരമില്ലാതെയാണ്. ആ രാജി വെച്ചതല്ല, രാജി വെപ്പിച്ചതാണ് എന്നുള്ളത് വളരെ നഗ്നമായിട്ടുള്ള സത്യമാണ്, മനസ്സിലാകുന്നതാണ്. ഇവിടെ ഈ സൂചിപ്പിക്കുന്ന രാജ്യസുരക്ഷയും രാജ്യത്തിന് എതിരായിട്ടുള്ള ശക്തികൾ എന്ന് പറയുന്നതുമൊക്കെ ആരെയാണ്, എന്താണ് പറഞ്ഞു വെക്കുന്നത് പ്രധാൻ? തൻ്റെ 2 പേജുള്ള രാജിക്കത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഈ ദേശവിരുദ്ധ ശക്തികൾ എന്നൊരു വാക്ക് അവിടെ പ്രയോഗിക്കുന്നത്. അതായത് ദേശവിരുദ്ധ ശക്തികൾ ഈ സമരത്തെ മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് താൻ രാജിവെക്കുന്നത് എന്നാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. രാജ്യസുരക്ഷയാണ് തനിക്ക് പ്രധാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതാരെ എന്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലൊരു ആഖ്യാനം ചമയ്ക്കാനുള്ള ശ്രമം BJPയുടെയൊക്കെ ഭാഗത്തു നിന്ന് വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ, ഖാലിസ്ഥാൻ തുടങ്ങിയ പതിവ് പല്ലവികൾ. ഇന്ന് ഡൽഹി പോലീസ് ഒടുവിൽ ആ വാചകം ഉപയോഗിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ കേന്ദ്രീകൃത ചില ഹാൻഡിലുകളാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ദൃശ്യങ്ങളുടെയൊക്കെ പിറകിൽ എന്നുള്ള തരത്തിൽ ഡൽഹി പോലീസിൻ്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ അവർ ആ വാക്ക് ഉപയോഗിക്കുകയും അതിന് 400-ലധികം ഹാൻഡിലുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ആഖ്യാനം ചമയ്ക്കുന്നതിൽ BJP IT സെല്ലിന് പരാജയം സംഭവിച്ചു എന്നുള്ളൊരു വിമർശനം അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പലരുമൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഖ്യാനം പെട്ടെന്ന് ഈ സമരം ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അങ്ങനെയാണല്ലോ എല്ലാ സമരങ്ങളെയും. അതിപ്പോൾ BJP മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് തന്നെയാണ്. ഒരു സമരം നടന്നാൽ അപ്പം തന്നെ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പല രീതിയിലുള്ള വാചകങ്ങൾ പ്രയോഗിക്കും. ഇവിടെ പാകിസ്ഥാനും ഖാലിസ്ഥാനുമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് പല രീതികളിലായിരിക്കാം. അതിന് പല പേരുകൾ അവർ കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ കഴിയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ BJPയുടെ ഈ പറയുന്ന അവരുടെ പ്രചാരണ വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്കത്തിൽ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. 40 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം, അദ്ദേഹത്തിൻ്റെ അച്ഛനും BJP നേതാവായിരുന്നു. BJPയെ ഒഡീഷയിൽ വളർത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചൊരു കുടുംബം തന്നെയാണ്. അതൊന്നും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന വലിയ വിഷയത്തിൽ സമരം ചെയ്തു വന്ന നേതാവ് കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ABVPയിലൂടെ. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം ഒടുവിൽ പറഞ്ഞ വാചകങ്ങൾ ഇതൊക്കെയാണ്. ഈ പറയുന്ന ദേശവിരുദ്ധ ശക്തികളുടെ മുതലെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ ഡൽഹിയിൽ ഇത്തരം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇതെല്ലാം ചിലവാകുന്ന ഒരു സാഹചര്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു പല രീതികളിലുള്ള ഓരോ സമരങ്ങളെയും അടച്ചാക്ഷേപിക്കാനും അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും നടത്തുന്ന ശ്രമങ്ങളും ഉണ്ട്. അത് പതിവ് രാഷ്ട്രീയ രീതികൾ മാത്രം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ശരി.